ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഖുർആൻ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാണെന്ന്. അപ്പൊ നമ്മള് ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഖുർആൻ ജേർണലിംഗ്. അതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിരുന്നു. അത് ഫസ്റ്റ് വീഡിയോ ആണ്. സൂറത്തുൽ ഫാത്തിഹ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. ഇത് ഞാൻ കുറേ മുന്നേ കംപ്ലീറ്റ് ആയി എൻ്റെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു മാത്രം. ഡിസ്കഷൻ എന്ന് മാത്രമല്ല, എൻ്റെ ഒരു നോട്ട്സ് ഷെയർ ചെയ്യുന്നു. ഇവിടെ ഞാൻ തഫ്സീർ മൊത്തമായി വിശദീകരിക്കുക, തജ്വീദ് പറയാ, അങ്ങനെയല്ല. ഞാൻ എൻ്റെ നോട്ട്സ്, എനിക്ക് മനസ്സിലായത് എൻ്റെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ ഹദീസ് റെഫറൻസ് സോഴ്സ് ആയിട്ട് സഹീഹായിട്ടുള്ള ഹദീസ് റെഫറൻസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്, റിഫ്ലക്ഷൻസ് ഉണ്ട്. നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലെസൺസ് എന്തൊക്കെയാണ് ഫാത്തിഹ സൂറത്ത് നിന്ന് പഠിക്കാനുള്ളത്, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്, അങ്ങനെ പറയാം. അതാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് തോന്നുന്നു. ഇനി ഖുർആൻ പഠിക്കാൻ എന്താണ് അനിവാര്യം എന്ന് ചോദിച്ചാല്, എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം എന്ന് ചോദിച്ചാല്, ഒരൊറ്റ കാര്യം ആവശ്യമുള്ളൂ: വിശാലമായിട്ടുള്ളൊരു മനസ്സ്, അത്രത്തോളുള്ള ആഗ്രഹം. ഇതാണ് വേണ്ടത്. അല്ലാതെ വേറൊരു എക്യുപ്മെന്റ്സിന്റെ ആവശ്യമൊന്നും നമുക്കില്ല. വിശാലമായിട്ടുള്ള മനസ്സും ആഗ്രഹവും മാത്രം മതി. പിന്നെ നമ്മുടെ ഭാഷ അറബി ഭാഷയല്ല, നമ്മൾ മലയാളികളാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ്. ഇപ്പോൾ നിങ്ങൾ തഫ്സീറൊക്കെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ പഠിക്കുന്നവരുണ്ടാവും, മലയാളത്തിൽ പഠിക്കുന്ന, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം അല്ലേ. നോട്ട് ചെയ്ത് വെക്കാൻ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന എനിക്കൊരു നോട്ട്ബുക്കാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഒരു സ്പൈറലിന്റെ നോട്ട്ബുക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ട്ബുക്ക് എടുക്കാം, നോട്ട് പാഡ് എടുക്കാം, ഫോൺ എടുക്കാം. പക്ഷെ അത് നമ്മുടെ കയ്യിൽ സ്റ്റോർഡ് ആയിട്ട് ഇരിക്കണം. ഓക്കെ. പിന്നെ ഒരു പേനയും, പിന്നെ അട്രാക്റ്റഡ് ആക്കാൻ നിങ്ങൾക്ക് മാർക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. കളർ പെൻസും മാർക്കേഴ്സും ഒക്കെ യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നമുക്ക് നോട്ട് ചെയ്യണം. നമ്മൾ ആത്മാർത്ഥതയോട് ആഗ്രഹത്തോടു കൂടി വന്നിരുന്ന് പഠിക്കണം. പിന്നെ വുളുവോടുകൂടി ദുആയോടുകൂടി തന്നെ വരണം എന്ന് ഞാൻ പറയാനായിട്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആട്ടോ, നോട്ടാണ് ഞാൻ കാണിച്ച് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എക്സ്ക്യൂസ് ചോദിക്കുകയാണ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. പിന്നെ എനിക്ക് ട്രൈപോഡൊന്നും ഇല്ല. ജസ്റ്റ് ഫോൺ ഇങ്ങനെ വെച്ച് എൻ്റെ നോട്ട്സ് ജസ്റ്റ് കാണിക്കുക, പറയുക അതിനോടൊപ്പം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ ഫസ്റ്റ് തന്നെ സോറി ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹ സൂറത്തോടു കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അപ്പം നമുക്ക് തുടങ്ങാം കേട്ടോ. റബ്ബി സിദ്നി ഇൽമ. അൽ ഫാത്തിഹ, ദ ഓപ്പണിംഗ്, പ്രാരംഭം എന്നർത്ഥം. ബിസ്മില്ലാ, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. അൽ ഫാത്തിഹ, പ്രാരംഭം, ആരംഭം എന്നൊക്കെ അർത്ഥമാക്കുന്നുണ്ട്. മക്കയിൽ അവതരിച്ചതാണ്. അതുകൊണ്ട് തന്നെ മക്കിയ സൂറത്തുകളിൽ പെട്ടതാണ്. മക്കിയ എന്നാണ് പറയാ. ആയത്തുകൾ 7, വാക്കുകൾ 25. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യത്തിന്റെ ആദ്യ കാലങ്ങളിൽ അവതരിച്ചതാണ്. ഒരുപാട് പേരുകളുണ്ട്, നാമങ്ങളുണ്ട് കേട്ടോ ഫാത്തിഹ സൂറത്തിന്. മറ്റു നാമങ്ങൾ നോക്കിയാലോ: ഖുർആനിന്റെ മാതാവ്, പുസ്തകത്തിന്റെ മാതാവ്, 7 ആവർത്തന വചനങ്ങൾ, നമസ്കാരം, സ്തുതി, ചികിത്സ, രോഗശമനം, പ്രാർത്ഥന. ഇതൊക്കെ ഫാത്തിഹ സൂറത്തിന്റെ മറ്റു നാമങ്ങളാണ് കേട്ടോ. ഖുർആനിൽ തന്നെ വേറൊരു സൂറത്തിലാണ് സബുൽ മസാനി, 7 ആവർത്തന വചനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ ഫാത്തിഹ സൂറത്ത്. അപ്പൊ അതും ഫാത്തിഹ സൂറത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഓക്കെ. ഫാത്തിഹ സൂറത്ത് തുടങ്ങുന്നത് തന്നെ ഒരു ദുആ കൊണ്ടാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്ന ദുആ, അത് ഫാത്തിഹ സൂറത്തിന്റെ പ്രത്യേകത തന്നെയാണ് കേട്ടോ. അത് മാത്രമല്ല, ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് ആയത്താണ്. അതും ഫാത്തിഹ സൂറത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ബാക്കിയുള്ള സൂറത്തുകൾ ഓതുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഫാത്തിഹ ഓതി പിന്നെ ബിസ്മി പ്രത്യേകിച്ച് ഓതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആരംഭിക്കുക അല്ലെ. പക്ഷെ അവിടെ ആയത്തല്ല. പക്ഷെ ഫാത്തിഹ സൂറത്തിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് ആയത്താണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെറിയൊരു രീതിയിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു ദുആ കൊണ്ടാണ് തുടങ്ങുന്നത് പറഞ്ഞല്ലോ. അതിനെ നമ്മൾ പറയുന്നത് ഇസ്തിഹാദത്ത്, ശരണം തേടൽ എന്നാണ്. ശരണം തേടൽ, അതെ, ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് അള്ളാഹു തആലയോട് നമ്മൾ രക്ഷ ചോദിക്കുകയാണ്. അതാണ് ഇസ്തിഹാദത്ത് അല്ലെങ്കിൽ ശരണം തേടൽ എന്ന് പറയുന്നത്. ഇത് ഫാത്തിഹ സൂറത്തിന്റെ പ്രത്യേകത തന്നെയാണ്.
ഓക്കെ. ഇനി അറിഞ്ഞുകൊണ്ട് വേണം ഇത് ഓതാൻ. നമുക്കറിയാം ഷെയ്ത്താനുണ്ട്, ഡിസ്ട്രാക്ട് ചെയ്യും, നമ്മളെ വളരെ തോതിൽ ഡിസ്റ്റർബ് ചെയ്യും എന്ന് നമുക്കറിയാം. അപ്പൊ എന്ത് നമ്മൾ ആരംഭിക്കുമ്പോഴും ഊദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ ഓതേണ്ടതാണ്. ഇനി ഈ ഒരു ദുആയില് എത്ര പദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 6 പദങ്ങളുണ്ട്. ഊദു ബി ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഞാൻ രക്ഷ തേടുന്നു അള്ളാഹുവിനോട് ഷെയ്ത്താനിൽ നിന്ന് ശപിക്കപ്പെട്ട. അതുകൊണ്ട് തന്നെ ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് ഈ ദുആ നമ്മൾ ആത്മാർത്ഥമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഓതേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എൻ്റെ ഒരു ചെറിയ നോട്ട്സിലേക്ക് നോക്കാം. ഓക്കെ, ഇത് ബിസ്മില്ലാ, എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനോട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ഫ്ലോ ചാർട്ട് പോലെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയും മനസ്സിൽ വളരെ ശക്തമായി നിൽക്കാനും ഓർത്തെടുക്കാനും ഈസി ആവാൻ വേണ്ടിയിട്ടാണ്, പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽ ഫാത്തിഹ, ദ ഓപ്പണിംഗ്, ആരംഭം. നമ്മൾ ദുആ ഔദ് ഓതിയ ശേഷം നമ്മൾ നെക്സ്റ്റ് ഓതുന്നത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാ എന്നതാണ്. എന്താണ് ബിസ്മില്ലാ? അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്നതാണ്. അതിനുശേഷം നമ്മൾ ഓതുന്ന ആയത്ത് ഏതാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദാണ് എന്ന് വെച്ചാൽ സ്തുതി. അൽഹംദുലില്ലാ, എല്ലാ സ്തുതിയും ആർക്കാണ്? അള്ളാഹുവിനാണ്. അള്ളാഹുവിന് മാത്രമാണ്, അല്ലെ? അള്ളാഹുവിന് മാത്രമാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. അള്ളാഹുവിന്റെ നാമം കൊണ്ട് മാത്രമാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഓക്കെ. ഇനി അള്ളാഹു തന്നെ നമുക്ക് അൽ ഫാത്തിഹ സൂറത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. കാരണം എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതെന്ന് നമുക്ക് തന്നെ വ്യക്തമാക്കി തരുന്നുണ്ട്. എന്തൊക്കെ കാരണങ്ങളാണ് നമുക്ക് നോക്കാം. റബ്ബുൽ ആലമീനാണ് അള്ളാഹു, റബ്ബുൽ ആലമീനാണ്, സർവ്വലോക രക്ഷിതാവാണ്. റഹ്മാനാണ്, പരമകാരുണ്യവാനാണ്. റഹീമാണ്, കരുണാമയനാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ അല്ലെങ്കിൽ നമ്മള് അന്തിമമായിട്ടുള്ള ദിവസത്തിന്റെ ഉടമസ്ഥനാണ്, അധിപനാണ് അള്ളാഹു. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, ആട്രിബ്യൂട്ട്സ് നമുക്ക് ഇവിടെ വ്യക്തമാക്കി തരുന്നുണ്ട്, അല്ലെ? നമുക്ക് ബോധം വേണം, അല്ലെങ്കിൽ നമ്മൾക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സഹായം അഭ്യർത്ഥിക്കുന്ന നമ്മുടെ ദൈവത്തെക്കുറിച്ച്, നമ്മുടെ അള്ളാഹുവിനെ കുറിച്ച്, അല്ലെ? നമുക്ക് ആ ധാരണ ഇവിടെ ക്ലിയർ ആയിട്ട് പടച്ചോൻ അൽ ഫാത്തിഹ സൂറത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞു, സർവ്വലോക രക്ഷിതാവ്. ഇവിടെ കേവലം ലോകരക്ഷിതാവ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സർവ്വലോക രക്ഷിതാവ്. ഗർഭലോകം മുതൽ ഭൂലോകം, അതുപോലെ തന്നെ ഖബർ, മഹ്ഷറ, എല്ലാ ലോകങ്ങളും ഇവിടെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ഭൗതിക ലോകം, ഇപ്പൊ പറഞ്ഞില്ലേ, ദൃശ്യപ്രപഞ്ചം, മലക്കുകളുടെ അദൃശ്യ ലോകം, ജ്യോതിർലോകം, സൈദ്ധാന്തിക ലോകം, ആത്മീയ ലോകം, ചിന്താലോകം, ഉപരിലോകം, ജിന്നുകളുടെ ലോകം, സൂക്ഷ്മാണുക്കളുടെ ലോകം, ദാർശനിക ലോകം, അങ്ങനെ നമുക്ക് അറിഞ്ഞും അറിയാത്തതും കണ്ടതും കാണാത്തതുമായിട്ടുള്ള ലോകങ്ങളുടെ അധിപനാണ്, റബ്ബുൽ ആലമീനാണ് അള്ളാഹു. അവനെയാണ് നമ്മൾ സ്തുതിക്കേണ്ടത്. അവന്റെ നാമം കൊണ്ടാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, പരമകാരുണ്യവാനായിട്ടുള്ള അള്ളാഹു. റഹീം, കരുണാമയൻ. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അന്തിമ ദിവസത്തിന്റെ ഉടമസ്ഥനായ ഇങ്ങനെയുള്ള അള്ളാഹുവിനെയാണ് നിങ്ങൾ സ്തുതിക്കേണ്ടത്. ഇങ്ങനെയുള്ള അള്ളാഹുവിനെ, ദൈവത്തിനെയാണ് നിങ്ങൾ അറിയേണ്ടത് എന്ന് വ്യക്തമാക്കി തരികയാണ്. ഇനി ഇത് അറിഞ്ഞ ശേഷം, നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി, നമ്മുടെ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയ ശേഷം, അതുകൊണ്ട് തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അടുത്ത ആയത്താണ്. അള്ളാഹുവിനെ മാത്രം, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ ഒരിക്കലും മാറിപ്പോവാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ഒരിക്കലും മാറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. വളരെ ബ്യൂട്ടിഫുള്ളും ഡീപ്പസ്റ്റും ആയിട്ടുള്ള ആയത്താണ് കേട്ടോ. ഈ ഫാത്തിഹ സൂറത്തിന്റെ അടിസ്ഥാനമാകുന്ന തൗഹീദ് തന്നെ നമുക്ക് ഇവിടെ വ്യക്തമാക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? തൗഹീദ്, ഏകത്വം, അത് തന്നെയാണ് അടിസ്ഥാനം എന്ന് വ്യക്തമാക്കുന്നുണ്ട് അൽ ഫാത്തിഹ സൂറത്തില്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ക്ലിയർ ആയ ആർക്കാണ്, കാരണം എന്താണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയി. ഇനി നമ്മൾ എങ്ങനെ ദുആ ചെയ്യണം, ഇതൊക്കെ നമ്മൾ റെഡി ആയെങ്കിൽ ആയതിനാൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിക്കണമേ, അല്ലെങ്കിൽ നേരായ പാതയിൽ നയിക്കണമേ. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യ സൃഷ്ടിയാണ്, തെറ്റുകൾ സംഭവിക്കുന്ന സൃഷ്ടികൾ തന്നെയാണ്. അപ്പൊ സൃഷ്ടാവിനെ മാത്രമേ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, നേരായ പാതയിൽ നയിക്കാൻ അവന് മാത്രമേ
സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ദുആ ചെയ്യണം അള്ളാഹുവിനോട്. എങ്ങനെ ദുആ ചെയ്യണം നടക്ക നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. എന്താണ് അതിനർത്ഥം? ഞങ്ങളെ നേരായ പാതയിൽ നയിപ്പിക്കണമേ. ആരുടെ പാതയിൽ? അവരുടെ പാതയിൽ. ആരാണ് അവര്? നീ അനുഗ്രഹിച്ചവര്, അമ്പിയാക്കള്, മുർസലീങ്ങള്, അവരുടെ പാതയിൽ, സത്യവാന്മാര്, അവരുടെ പാതയില് ഞങ്ങളെ നയിക്കണമേ. നീ മുൻപ് കോപിച്ചവരുണ്ട്, വഴിപിഴച്ചു പോയവരുണ്ട്, അവരുടെ പാതയിലല്ല അള്ളാഹുവേ, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ നയിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ട് ആമീൻ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് ഫാത്തിഹ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. എത്ര മനോഹരമാണ് സ്ട്രക്ചർ എന്ന് നോക്കൂ. സുബ്ഹാനല്ലാ. കാരണം അത് അള്ളാഹുവിന്റെ വാക്കുകളാണ്, അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്ന വചനങ്ങളാണ് അല്ലെ. അപ്പൊ എത്രത്തോളം സ്ട്രക്ചേർഡ് ആയിരിക്കും. വ്യക്തമാണ് നമുക്കിതില്. ഒരു ദുആ തന്നെയാണ് അൽ ഫാത്തിഹ സൂറത്ത്. നമുക്കറിയാം ആർക്കാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, എന്തിനാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്, കാരണം, അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. ഒരുപാട് പേര് വഴിപിഴച്ച് പോയിട്ടുണ്ട്, പക്ഷെ അവരുടെ പാതയിൽ നിങ്ങൾ പിന്തുടരാൻ പാടില്ല, അതിനെ നിങ്ങൾ ദുആ ചെയ്യണം. അങ്ങനെ ക്ലിയർ കട്ടാണ് അൽ ഫാത്തിഹ സൂറത്ത്. അൽ ഫാത്തിഹ സൂറത്ത് തന്നെയാണ് ഓപ്പണിങ്ങിന് അർഹമായ സൂറത്ത് അല്ലേ. അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കാണ് കൃത്യമായിട്ട് അറിയാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത എൻ്റെ നോട്ട്സിൽ ഒരു ചെറിയൊരു ഭാഗം അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ ഒന്ന് പറഞ്ഞു തരാൻ എളുപ്പത്തിന് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്കും ജേർണലിങ് ചെയ്യാൻ പറ്റട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. ഈ നെക്സ്റ്റ് എൻ്റെ നോട്ടുള്ളത് ഹദീസ് റെഫറൻസും റിഫ്ലക്ഷനും എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പ്രാക്ടിക്കൽ ലെസൺസ് ഓഫ് സൂറത്തുൽ ഫാത്തിഹയാണ് കേട്ടോ. ആ നോട്ട്സ് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഷെയർ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ.